നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കുമോ? സംഭവിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എത്ര നാൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ റീയൂണിയൻ സംഭവിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥ മാറി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒന്നിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കുവാൻ വേണ്ടിയും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മാത്രം നിറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷനും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതൊരു ചെറിയൊരു റിച്വൽ പോലെയാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അല്ലാത്തതൊക്കെ ഉറപ്പായിട്ടും വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കൽ പോലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ സൺ കാർഡാണ്. ജഡ്ജ്മെൻറ്റ്, 4 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് വാണ്ട്സ്, എംബ്രസ്, ക്യൂൻ ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, 6 ഓഫ് സോർഡ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് വാണ്ട്സ്, 3 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ദ ടവർ കാർഡ്, ദ മജീഷ്യൻ. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന ദ ഹെർമിറ്റ് കാർഡാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളെ സ്വന്തമായി വെറുത്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒട്ടും കെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ അസുഖ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ശാരീരികമായിട്ട് പോലും നിങ്ങളൊന്ന് സെൽഫ് കെയർ ചെയ്യുന്നില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങളിപ്പോൾ നിങ്ങളെപ്പോലും വേണ്ടാത്ത രീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു ജീവിതം, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് സ്നേഹിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശമായിട്ട് തന്നെ എടുക്കുക. നിങ്ങളിപ്പോൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ, ഒരു ഫാമിലീസ് ആവട്ടെ, അവരുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു പാർട്ടീസ് വന്നാലും ഒരു ഫംഗ്ഷൻ വന്നാലും നിങ്ങൾ അതിനകത്തൊന്നും പങ്കെടുക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്നു. ഇതിനകത്തിപ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് ടുഗെദറോ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല. ഇതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സ്വന്തമായിട്ട് സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മറ്റ് വ്യക്തികളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് സെൽഫ് ലവ് ചെയ്യൂ എന്ന്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയേ അല്ല. കാരണം നിങ്ങളിപ്പോൾ ഈ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ വെറുതെയാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ബോധമാണ്. നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാനുള്ള കഴിവില്ല, ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ബോധവൽക്കരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടവരല്ല.
കാരണം നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ചേഞ്ച് ആവാനുള്ള എല്ലാ പോസിറ്റീവ് സൈൻസും നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് അത് ഫാമിലി സംബന്ധിച്ചാണെങ്കിലും, നിങ്ങളുടെ ജോബ് സംബന്ധിച്ചാണെങ്കിലും, നിങ്ങളുടെ കരിയർ സംബന്ധിച്ചാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തികം സംബന്ധിച്ചാണെങ്കിലും വളരെ അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അതിനെ നിങ്ങൾ കാണണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ വലിയൊരു ചേഞ്ചസ് ആണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് കോൾ ചെയ്യുകയോ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിങ്ങളെന്ന വ്യക്തി ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. അതായത് പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും വരുന്ന ആ ഒരു നെഗറ്റീവ് റെസ്പോൺസ് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് തോട്ടിനെ വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വിഷമാവസ്ഥ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ, നിങ്ങളുടെ വിഷമാവസ്ഥ, നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആവട്ടെ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, നിങ്ങൾ ആ വ്യക്തിയോടടുത്ത് അത് പറയുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം തരുന്ന രീതിയിലുള്ള ഒരു സംസാരമാവട്ടെ അല്ല ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് മോശമായിട്ട് എന്തൊക്കെയോ വരാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മോശപ്പെട്ട സിറ്റുവേഷൻ അനുഭവിക്കുന്നതൊക്കെ അവരുടെ ഉള്ളിൽ സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെ ഇപ്പോൾ തൽക്കാലം വിശ്വസിക്കാതിരിക്കൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനിൽ കൊണ്ടെത്തിക്കുന്നതിൻ്റെ കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒന്ന് കുറച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എൻജോയ് ചെയ്യാനുള്ളൊരു ടൈം കണ്ടെത്തുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ചിന്തയുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾക്കാണ് ആവശ്യം. ആ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമുള്ളിടത്തോളം കാലം നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ചിന്തയാണ് നിങ്ങളെ ഇത്രയേറെ അവഗണിക്കാനുള്ള കാരണമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് ചേസ് ചെയ്യാതിരിക്കുക. അവരൊന്ന് ചിന്തിക്കണം. അവർക്ക് ഇപ്പോൾ ഒരു ചിന്ത കൊടുക്കണം. അതായത് അവർ ചിന്തിക്കണം, നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും, സന്തോഷം കിട്ടും. അങ്ങനൊരു ചിന്ത, അങ്ങനൊരു തോട്ട് അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ആ വ്യക്തി നിങ്ങളുടെ പിറകെ വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ മഹാദേവന് നിങ്ങളോട് പറയാനുള്ള കാര്യം, മഹാദേവനെ നിങ്ങളിവിടെ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ശരിയായ പാത തിരഞ്ഞെടുക്കാൻ മഹാദേവൻ്റെ സപ്പോർട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മഹാദേവനാണ് നിങ്ങളോട് പറയുന്നത് ഇതൊരു അവസാനമല്ല. നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു മോശപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനമല്ല. ഇതിലൊരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ മോശപ്പെട്ട ക്യാരക്ടറാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചേഞ്ച് ആവും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയേറെ ഒരു വിഷമാവസ്ഥ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ഒരു അളവിൽ കവിഞ്ഞുള്ള സ്നേഹമായിരുന്നു നിങ്ങളുടെ വ്യക്തിയോട്. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരുമാതിരി നിങ്ങൾക്കൊരു അഡിക്ഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയിൽ നിന്നും നിങ്ങളൊരു അവഗണന നേരിട്ടപ്പോഴാണെങ്കിലോ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായപ്പോഴോ നിങ്ങൾ ഇത്രയേറെ തകർന്നു പോയത്. നിങ്ങൾ ഇങ്ങനെ തകർന്നിരിക്കേണ്ട ഒരു മനുഷ്യനല്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും
നിങ്ങളെ മാത്രം കെയർ ചെയ്ത് സ്നേഹിക്കുന്ന, നിങ്ങളെ സ്വന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. കാരണം അങ്ങനൊരു ചിന്ത അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു നഷ്ടം അവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഈ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഏതോ ഒരു ഡ്രീം വേൾഡിലായിരുന്നു, അല്ലെങ്കിൽ ആണ്. കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രീം വേൾഡിലാണ് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ആക്ച്വൽ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്വഭാവം എന്ന്. ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടറായിട്ട് ഇവിടെ കാണിക്കുന്നത് വളരെ ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്ന, അതായത് ആരെ വേണമെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുള്ള, സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടിയാലും, അതായത് അവരുടെ ജീവിതത്തിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് മറ്റാൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു സ്വഭാവമായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടറായിട്ട് ഇവിടെ കാണുന്നത്. ഓഫ് കോഴ്സ് അവർക്ക് സാമ്പത്തികം തന്നെയാണ് അവർക്ക് ആവശ്യം. അത് എന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും മതി വരാത്ത രീതിയിലുള്ള സാമ്പത്തികമാണ് അവർക്ക് വേണ്ടുന്നത്. നമുക്ക് ആർത്തി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഈ തേർഡ് പേഴ്സണുമായിട്ടാണ് ഇപ്പോൾ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അഫെയർ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു തേർഡ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രീം വേൾഡിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ, ഇതുപോലുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ആവശ്യമില്ലാതെ ഏതൊക്കെയോ സ്ഥലത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലമാകാം, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിലുള്ള അമ്പലം. അതായത് അമ്പലമൊന്നും പറയാൻ പറ്റില്ല, ഒരു നെഗറ്റീവ് എനർജീസിനെയൊക്കെ ആരാധിക്കുന്ന സ്ഥലം. അത് നെഗറ്റീവ് എനർജീസിനെ ആരാധിക്കുന്ന എവിടെയൊക്കെയോ ഒരു നല്ല സ്ഥലമാണെന്ന് കരുതിയിട്ട് നല്ല സ്ഥലമാണെന്ന് നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയെ പല സ്ഥലത്തും കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിന് ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, ഒരു അടിമയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടെത്തിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ പ്രതീക്ഷയോടെ, നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ച ആ ഒരു വിശ്വാസത്തോടെയും ആ ഒരു പ്രതീക്ഷയോടെയും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ഉടനെ ഉണ്ടാകാൻ പോകുന്നു. അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണിന് അത് ഭയങ്കര അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി എപ്പോഴാണോ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് നല്ല സമയം വന്നു തുടങ്ങുന്നതാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, പിരിഞ്ഞു താമസിക്കുന്നവരാണ്, ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു റീമാരേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കല്യാണത്തിന് തടസ്സമായിട്ടിരുന്ന എന്തൊക്കെ എനർജീസാണോ, എന്തൊക്കെ മോശപ്പെട്ട എനർജീസാണോ, അതെല്ലാം മാറി നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കല്യാണം നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിമിഷങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും ആഗ്രഹിച്ചൊരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണമെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുള്ളപ്പോൾ തന്നെ മറ്റൊരു വ്യക്തിയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവട്ടെ, ഒരു ലവ് അഫെയർ ആവട്ടെ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ വലിയ രീതിയിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ മടങ്ങി എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ മടങ്ങി എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആയിരുന്നു. പക്ഷെ ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ കാണാൻ പോകുന്നത് പുതിയ ഒരു നിങ്ങളെ ആയിരിക്കും. നിങ്ങൾ അവരിൽ ഡിപ്പെൻഡഡ് ആവാതെ നിങ്ങളിൽ മാത്രം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടായിരിക്കും ആ വ്യക്തി നിങ്ങളടുത്ത് വരുമ്പോൾ അവർ കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അടുത്തു നിന്ന് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി തുറന്നു പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവസാനിപ്പിച്ച് എന്ന് തന്നെ വെച്ചിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഇനി ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം അടിയുറച്ച് ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വലിയൊരു ഒരു എട്ടിൻ്റെ പണി കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നത്. അത് നിങ്ങൾ സമാധാനമായിട്ടിരുന്നോളൂ. കാരണം അത് കിട്ടാൻ അധികം താമസമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു നിങ്ങളുടെ വ്യക്തിയെ തേടി ഒരു വലിയൊരു പ്രശ്നം വരുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വ്യക്തി അനുഭവിക്കാൻ പോകുന്ന ആ ഒരു പ്രശ്നത്തെപ്പറ്റി, ആ ഒരു മോശ സാഹചര്യത്തെപ്പറ്റി നിങ്ങൾ ഉറപ്പായിട്ടും അറിയുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാക്കുന്നത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങളത് അറിയുന്നതുമായിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുക, നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഷമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സൈൻസ് നിങ്ങളുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. അത് നിങ്ങളെപ്പോലും വേണ്ടാത്ത രീതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു ബോധമില്ലാത്തത്. നിങ്ങളിനി ആരെയും തേടി അങ്ങോട്ട് പോകേണ്ടതായിട്ടില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കിനി ഞാനൊരു അഫർമേഷൻ, ഒരു ചെറിയ റിച്വലും ആയിട്ടുള്ളൊരു അഫർമേഷൻ പറഞ്ഞുതരാം. അത് ഈ ഒരു സ്ക്രീനിൽ നോക്കിയതിന് ശേഷം നിങ്ങൾ പറയേണ്ടതാണ്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചറിലേക്ക് നിങ്ങൾ ഒരു 10 സെക്കൻഡ് നോക്കിയിരിക്കുക. ഈ കാണുന്ന ഇമേജസ് അത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിൽ 3 തവണ പറയുക. ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നിങ്ങളൊരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കുക. ഒരു ബ്ലൂ കളറിലെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിലെ പേന നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ എഴുതുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം അതെടുത്ത് അടുത്ത് വയ്ക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ എഴുതിയതിന് ശേഷം ആ പേന കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഒരു ലവ് ഷേപ്പ് വരച്ചതിന് ശേഷം വേണം അതിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ എഴുതാൻ. 3 തവണ ആ ലവ് ഷേപ്പിനകത്ത് എഴുതിയതിന് ശേഷം എഴുതുക: നീ എൻ്റേത് മാത്രമാണ്, നീ എനിക്ക് മാത്രം സ്വന്തമാണ്,
നിന്റെ ചിന്തകളിൽ ഞാൻ മാത്രമാണ് ഉള്ളത്. ഇത്രയും ആ ലവ് ഷേപ്പിനകത്ത് നിങ്ങൾ എഴുതണം. അതിനുശേഷം ഈ ഒരു പിക്ചറിൽ നോക്കുക. ഇത് കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. പോസിറ്റീവ് തോട്ടോടു കൂടി ഇരുന്ന് ചെയ്യുക. നെഗറ്റീവ് ചിന്ത വരാൻ പാടില്ല. നിങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം ചെയ്യുക. മറ്റാരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വേണ്ടി ചെയ്യാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ പറയേണ്ട അഫർമേഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് അഫർമേഷൻ. ഈ ഒരു പിക്ചറിൽ നോക്കിക്കൊണ്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ. നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുക. അഫർമേഷൻ ഇങ്ങനെയാണ്: ഇത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരുന്നതിനാൽ ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കാണുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് ഞാൻ ഓരോ തവണയും പറയുമ്പോൾ അവരുടെ മെസ്സേജ്, അവരുടെ ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോളെങ്കിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നന്ദി നന്ദി നന്ദി. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയാൻ മറക്കരുത്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറയുക. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അഫർമേഷനാണ്. ഇത് പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം എടുത്ത് അടുത്ത് വെക്കാനാണ്. ആ വരച്ചിരിക്കുന്ന ലവ് ഷേപ്പിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ എഴുതി, ഓരോ തവണ എഴുതിയതിനകത്തും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വാചകവും നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അത്രേൻ്റെ പുറത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം നിങ്ങൾ അവിടെ തേക്കുക. ആ ലവ് ഷേപ്പ് കംപ്ലീറ്റ്ലി കവേർഡ് ആവുന്ന രീതിയിൽ തേക്കുക. അതിനുശേഷം നിങ്ങളത് മടക്കിയതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 14 ദിവസത്തിനുള്ളിൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. 14 എന്ന് പറയുന്നത് മാക്സിമം ആണ്. 5 ദിവസത്തിനുള്ളിൽ റിസൾട്ട് ലഭിക്കുന്നവരുണ്ട്. ചിലവർക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം റീഡിംഗ് എടുത്തതിന് ശേഷം ഓരോ ആൾക്കാർക്കും വേണ്ടുന്ന പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരും, അല്ലാത്തതൊക്കെ ഇവിടെ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം പരിഹരിച്ച് തരുന്നതുമാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.